പ്രോഗ്രാം ടു പ്രിന്റ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ലൂപ്പ് വെച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടു പ്രിന്റ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4 അങ്ങനെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ n എന്താ നമുക്കറിയില്ല, n എന്തും ആവാം. അപ്പോൾ പ്രിന്റ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്നാണെങ്കിൽ 1 2 3 4 അങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 1 2 3 4 അങ്ങനെ അപ് ടു 50 പ്രിന്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനാണ്. അപ്പോൾ n എന്താ നമുക്ക് അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം n എന്താന്ന്. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസർ n-ന് 15 എന്നാണ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്ത് 15 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ലൂപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ആ പ്രിന്റ് ചെയ്ത നമ്പറിനോട് ഒന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1 എന്ന് പ്രിന്റ് ചെയ്യണം, അതിനുശേഷം ആ പ്രിന്റ് ചെയ്ത നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ 2 ആയി, അത് പ്രിന്റ് ചെയ്യണം. വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് 3 ആക്കണം, അത് പ്രിന്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ n ആവണത് വരെ നമ്മളിങ്ങനെ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്യുക. ഈ രണ്ട് ഓപ്പറേഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 മുതൽ 5 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് എഫിൻ്റെ ഉള്ളിൽ 1 2 3 4 5 അങ്ങോട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് എത്ര വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് റൺ ചെയ്യുന്ന സമയത്തേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 1ലാണ്. 1 എന്ന് അങ്ങനെ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. എന്താണോ നമ്മൾ എൻ്റർ ചെയ്ത n, ആ n ആവണത് വരെ നമ്മളിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേരിയബിൾസ് നോക്കുക. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കാണിക്കണം, എൻ്റെ ദി കൗണ്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു ബി പ്രിന്റഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും, അതാണ് n. അപ്പോൾ ഞാൻ 10 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് ഔട്ട്പുട്ട് വരണം ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് 6 എന്നുകൊണ്ട് 1 2 3 4 5 6 7 8 9 10 ഔട്ട്പുട്ട് വരണം. അപ്പോൾ അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേരിയബിൾസ് വേണം നോക്കാം. അപ്പോൾ ആദ്യം നമുക്കറിയാം n എന്തായാലും വേണം. n ആണ് നമുക്ക് എത്ര നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം എന്നുള്ള യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വേരിയബിളാണ് n. ഇനി നമുക്ക് 1 മുതൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് n വരെ എത്താൻ ഒരു വേരിയബിൾ വേണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കൗണ്ടർന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്തിരി പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്, സമയം കളയേണ്ടെന്ന് ഓർത്ത് അത്രയും ഭാഗം എഴുതി വെച്ചതാണ്. അപ്പോൾ ഞാനവിടെ നം എന്നൊരു വേരിയബിളാണ് എടുത്തത്. നാച്ചുറൽ നമ്പേഴ്സ് നമ്പർ എന്ന് കാണിക്കാൻ വേണ്ടി നം എന്നൊരു വേരിയബിൾ എടുത്തു. നമ്മിൻ്റെ വാല്യൂ ആദ്യം 1 ആക്കി വെക്കാം നമുക്ക്. കാരണം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. അപ്പോൾ അതുകൊണ്ട് നം 1 ആക്കി വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. 1 പ്രിന്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നം ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോൾ 2 ആയി, 2 പ്രിന്റ് ചെയ്യുക. പിന്നെ ഇൻക്രിമെന്റ് 3 ആവും, 3 പ്രിന്റ് ചെയ്യും. അങ്ങനെ നമ്മൾ എവിടെ വരെ കണ്ടിന്യൂ ചെയ്യണം, നം is equal to n ആവണത് വരെ. നം ഈക്വൽ ടു n ആയി കഴിഞ്ഞാൽ അതും പ്രിന്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, n-ഉം നം-ഉം. 2 ഇൻറ്റിജേഴ്സ് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ്, എൻ്റെ ദി കൗണ്ട് ഓഫ് നമ്പേഴ്സ് ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടി ഒരു പ്രിന്റ് എഫ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്കാൻ എഫ് %d %n. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യണ n എന്താണെന്ന് വെച്ചാൽ അത് നമ്പർ എൻ്റർ ചെയ്യുന്ന നമ്പർ n-ൽ വരും. ഞാനിപ്പോൾ 10 എന്ന് എൻ്റർ ചെയ്താൽ n-നകത്ത് 10 ഉണ്ട്. ഇനി 10 വരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് എഴുതേണ്ടത്. 10 വരെ എന്നല്ല, n വരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ലൂപ്പിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞതാണ്, വൈൽ ലൂപ്പ് പറഞ്ഞ സമയത്ത് ലൂപ്പ് വേരിയബിൾ എന്താന്ന് വെച്ചാൽ അതിനൊരു ഇനീഷ്യലൈസ് ചെയ്യാനൊരു സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പം നമ്മളിവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് നം ആണ് എടുക്കുന്നത്. കാരണം നം ആണ് നമ്മൾ 1 മുതൽ 10 വരെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകാൻ വേണ്ടി എടുക്കുന്നത്. നമ്മിന്റെ വാല്യൂ 10 ആയോ എന്നാണ് നമ്മൾ ഓരോ തവണയും നോക്കേണ്ടത്. അപ്പം നമ്മിന്റെ വാല്യൂ ഇവിടെ 1 എന്ന് ഞാൻ സെറ്റ് ചെയ്തു. അപ്പം ഈ കേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നം 1 ആണ്. നമ്മുടെ പേർപ്പസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നം ഈക്വൽ ടു 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. ഞാൻ അവിടെ ചെയ്തില്ല, ഇവിടെ ചെയ്തെന്നില്ല, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പം നം ആദ്യം 1 ആക്കി വയ്ക്കാം. എന്നിട്ട് ഇനി വൈൽ ലൂപ്പ് എഴുതാണ്. ലൂപ്പിനകത്ത് കയറേണ്ടത് എപ്പോഴാണ്, നമ്മുടെ നം എന്ന് പറയുന്നത് ഇപ്പൊ 1 ആണ്, 1 പ്രിന്റ് ചെയ്യണം. ഇനി 2 ആവണ സമയത്ത് 2 പ്രിന്റ് ചെയ്യണം. അങ്ങനെ 10 ആവണ സമയത്ത് 10-ഉം പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 11 ആവണ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ <10 ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം, ഈക്വൽ ടു 10 ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതായത് 10 എന്ന് ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്, ഇവിടെ n ആണ് നമ്മുടെ വാല്യൂ. അപ്പോൾ നം <= n ആണെങ്കിൽ ലൂപ്പിനകത്ത് കയറണം. അപ്പോൾ നം ആദ്യം 1 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 1 എന്ന് പ്രിന്റ് ചെയ്യാം. %d
ഒരു /t കൊടുക്കുകയാണ്. ഓരോ നമ്പർ കഴിഞ്ഞും സ്പേസ് വരാൻ /tയോ /nോ അല്ലെങ്കിൽ ഇതിനകത്ത് %d കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്താൽ മതി. %d /t num. അപ്പോൾ ആദ്യം 1 എന്ന് പ്രിന്റ് ചെയ്തു. 1 എന്ന് പ്രിന്റ് ചെയ്തിട്ട് ഒരു ടാബ് സ്പേസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? അടുത്ത നമുക്ക് 2 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മിനെ ഇൻക്രിമെന്റ് ചെയ്യണം. നം ഈക്വൽ ടു നം പ്ലസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നം പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നം പ്ലസ് പ്ലസ് എന്ന് എഴുതാം. ഇൻക്രിമെന്റ് ചെയ്തു. ഇപ്പൊ ഈ 2 സ്റ്റെപ്പാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നം 2 ആയി. 2 ആയതിനു ശേഷം ഇവിടെ വന്ന് നോക്കുക 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ? n 10 ആണെന്ന് കഴിക്കുക. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ഇവിടെ ഒന്ന് 2 പ്രിന്റ് ചെയ്തു. ഇത് 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ 3 പ്രിന്റ് ചെയ്തു. ഇത് 4 ആയി. അങ്ങനെ ഇത് ഇൻക്രിമെന്റ് ചെയ്ത് 9 പ്രിന്റ് ചെയ്തു. നം 10 ആയി. 10 ആയിട്ട് ഇവിടെ വന്ന് നോക്കും 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ട്രൂ ആണ്. ഇവിടെ വന്ന് 10 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നം എന്താവും? 11 ആവും. 11 ആയിട്ട് വീണ്ടും ഇവിടെ വരും. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. അല്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് താഴെ വന്നു മെയിനിന്റെ റിട്ടേൺ 0 കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല. റിട്ടേൺ 0 മെയിൻ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക വെച്ചാൽ എൻ്റർ ദി കൗണ്ട് ഓഫ് നമ്പേഴ്സ് ഒരു ഹെഡിങ് വരും. നമ്മൾ 10 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് അവിടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനൊരു ഹെഡിങ് വേണമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആർ എന്ന് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രിന്റ് എഫ് കൊടുത്താൽ മതി. ഇവിടെ തന്നെ ഈ സ്കാനഫിന് ശേഷം ഇതിന്റെ താഴെ എഴുതിക്കോളൂ. നേരെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓരോ സ്റ്റേറ്റ്മെന്റും താഴെ എഴുതിയാൽ മതി. ഫസ്റ്റ് %d നാച്ചുറൽ നമ്പേഴ്സ് ആർ അത് കംപ്ലീറ്റ് എഴുതുക. then /n കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിലെ നാച്ചുറൽ നമ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ വരുള്ളൂ n. ഇങ്ങനെ കൊടുത്താൽ ഫസ്റ്റ് %d സ്ഥാനത്ത് n-ന്റെ വാല്യൂ വരും. ഇപ്പൊ n 10 ആണെങ്കിൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹെഡിങ് കൊടുത്തു /n. അടുത്ത ലൈനിൽ കേഴ്സർ വന്ന് നിൽക്കും. അവിടെ ആയിരിക്കും 1 എന്ന് പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ട് 2 അങ്ങനെ ആയിരിക്കും ഇത് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള വൈൽ ലൂപ്പ് എഴുതുക. അപ്പൊ ഇനിയിപ്പോൾ ഇത് പ്രിന്റ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഇൻ റിവേഴ്സ് ഓർഡർ ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 എന്ന് എൻ്റർ ചെയ്താൽ 10, 9, 8, 7 അങ്ങനെ പറഞ്ഞിട്ട് റിവേഴ്സ് ഓർഡറിൽ 1 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യും നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നം എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ n ആണ്. അപ്പൊ അങ്ങനെ ആയിരുന്നു റിവേഴ്സ് ഓർഡറിലായിരുന്നു വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് പകരം എന്താ ഉണ്ടാവുക? നം ഈക്വൽ ടു n എന്നായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നം n ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ ഈ കണ്ടീഷൻ എങ്ങനെ കൊടുക്കും? നം 10 ആവണ സമയത്ത് ഇത് ട്രൂ ആവണം, 9 ആവുമ്പോൾ ട്രൂ ആവണം, 8 ആവുമ്പോൾ ട്രൂ ആവണം, അങ്ങനെ 1 ആവുമ്പോഴും ട്രൂ ആവണം, 0 ആവുമ്പോൾ ഫോൾസ് ആവണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്കിവിടെ വൈലിന്റെ കണ്ടീഷൻ എങ്ങനെ എഴുതാം? വൈൽ നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലൂപ്പിനകത്ത് കയറണം. അതായത് 10 ആവുമ്പോഴും 9 ആവുമ്പോഴും 8 ആവുമ്പോഴും അങ്ങനെ 1 ആവുമ്പോഴും 0 ആവുമ്പോഴൊക്കെ ലൂപ്പിനകത്ത് കയറണം. പിന്നെ പ്രിന്റ് എഫ് ഇങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഇവിടെ എന്തായിരിക്കും വരിക? നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യല്ല വേണ്ട. 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 9 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നം ഈക്വൽ ടു നം പ്ലസ് 1 ഉള്ളതിന് പകരം നം ഈക്വൽ ടു നം -1 കൊടുക്കുക, അല്ലെങ്കിൽ നം മൈനസ്. ഇതാണ് ഈ ലൂപ്പ് നേരെ റിവേഴ്സ് ഓർഡറിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ലൂപ്പിനെ മാറ്റി എഴുതുക. പിന്നെ ഇവിടെ നമ്മൾ നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതിയതിന് പകരം എന്ത് എഴുതിയാലും മതി? നം ഗ്രേറ്റർ ദാൻ -1 എഴുതിയാലും മതി. ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0യും അതിനകത്ത് വരും. അല്ല, അങ്ങനത്തെ കണ്ടീഷൻസും നമുക്ക് കൊടുക്കാം. കുറച്ചും കൂടെ പക്ഷെ നമുക്കൊരു റീഡബിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവുക നമുക്ക് 0 പ്രിന്റ് ചെയ്യണ്ടല്ലോ, 1 പ്രിന്റ് ചെയ്താൽ പോരെ. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് 1-ലല്ലേ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പക്ഷെ ഇതിപ്പോ ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 1ഉം അതിനകത്ത് വരും. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനല്ല, സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നെയെന്ന് ഇരിക്കുക ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യും? സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓരോ നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ നം എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് നമ്മൾ ഓരോ നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യണം. അതേസമയം സം എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നമ്പറും പ്രിന്റ് ചെയ്യണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓരോ നമ്പറും കണ്ടുപിടിക്കുന്നു, അത് സം എന്നൊരു വേരിയബിളിലേക്ക് ആഡ് ചെയ്ത് പോകണം. എന്നിട്ട് അവസാനം പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇത് സം ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം നോക്കാം. നം ഈക്വൽ ടു 1 എന്നുള്ളതിൽ ഒരു മാറ്റമില്ല. 1 മുതൽ n വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അതിന് നം ഈക്വൽ ടു 1 എന്ന് തന്നെ ഇവിടെ സെറ്റ് ചെയ്യണു. അപ്പൊ നമുക്ക് എന്നും നമ്മും അല്ലാണ്ട് ഒരു വേരിയബിളും കൂടെ വേണം, സം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളും കൂടെ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. ഞാൻ സം 0 ആക്കി വെച്ചു.
സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് 0 ആണെന്ന് ആദ്യം അസ്യൂം ചെയ്യാണ്. ഒരു നമ്പറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് അതിനകത്തേക്ക് വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് സം അവിടെ 0 ആണ്. നമ്മും ഇവിടെ തന്നെ 1 ആക്കാം. ഞാൻ വേറെ ആയിട്ട് എഴുതാണ്. നം ഈക്വൽ ടു 1 എഴുതി. ഈ ലൂപ്പ് പോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എങ്ങനെ എഴുതി. ഇനി നമുക്ക് ലൂപ്പ് പോകേണ്ടത് ഇവിടെ വരെയാണ്. നം ഈക്വൽ ടു n ആവണത് വരെയാണ് പോകേണ്ടത്. അപ്പം നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അതിലും വ്യത്യാസമില്ല. ഇനി ഇതിനകത്ത് നമുക്ക് പ്രിന്റ് ചെയ്യല്ല വേണ്ടേ, അതിന് പകരം എന്താണ് വേണ്ടത്? സം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് ഓരോ നാച്ചുറൽ നമ്പർ ആയിട്ട് ആഡ് ചെയ്യണം. സം ഈക്വൽ ടു സം പ്ലസ് നം. അതായത് ഫസ്റ്റ് കേസിൽ 1 എടുത്തു, സം 0 ആയിരുന്നു. 0 പ്ലസ് 1 ചെയ്യുന്ന സമയത്ത് 1 കിട്ടി, അത് സമ്മിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ എടുക്കുക. അത് നമ്മൾ നം ആണ് അതിന് വേണ്ടി എടുക്കുന്നത്. നം ഈക്വൽ ടു നം പ്ലസ് 1 അവർ നം പ്ലസ് പ്ലസ് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യാം. അപ്പോൾ എന്താണ് ഇത്? നം 2 ആയി, ഇവിടെ വന്നു, കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ വന്ന് സമ്മിൽ ഇപ്പോൾ 1 ഉണ്ട്, അതിൻ്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്ത് സമ്മിലേക്ക് വെച്ചു. നം 3 ആയി, കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ വന്ന് 1ഉം 2ഉം ആഡ് ചെയ്ത് വെച്ചിരുന്നു, അതിൻ്റെ കൂടെ 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് സമ്മിലേക്ക് വെച്ചു. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നം ഈക്വൽ ടു n ആവുമ്പോഴും ചെയ്തു. എന്നും കൂടെ ആഡ് ചെയ്ത് അതിനകത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് നം ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, n+1 ആയി. ആ സമയത്ത് പുറത്തേക്ക് വന്നു. അതായത് n വരെ റിപ്പീറ്റ് ചെയ്തു. ഇനി പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യാം? പ്രിന്റ് എഫ് സം ഈക്വൽ സം ഓഫ് ഫസ്റ്റ് %d നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു %d എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ സം ഈക്വൽ ടു %d എന്ന് ഞാൻ പറയണം. എന്നിട്ട് സം. അപ്പം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു എന്തിൻ്റെ സമ്മാന്ന് മനസ്സിലാവുന്ന ഒരു മെസ്സേജ് തന്നെ കൊടുക്കുക. ഞാനിവിടെ എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുത്തതാണ്. അപ്പം നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണോ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ അത് വൈൽ ലൂപ്പിനകത്ത് എഴുതാം. പ്രിന്റ് എഫ് നിങ്ങൾ വൈൽ ലൂപ്പിനകത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ എത്ര തവണ വൈൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണോ അത്രയും തവണ പ്രിന്റ് എഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ തവണ പ്രിന്റ് ചെയ്താൽ മതി. കംപ്ലീറ്റ് സം കണ്ടുപിടിച്ചതിന് ശേഷം പ്രിന്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് പ്രിന്റ് എഫ് പുറത്ത് കൊടുത്തത്. അതിന് പകരം ഇതിനകത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക? സം എന്ന് പറഞ്ഞിട്ട് ആദ്യം 1 എന്ന് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞ് 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് 3 എന്ന് പ്രിന്റ് ചെയ്യും, പിന്നെ 1ഉം 2ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് 6 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രിന്റ് എഫ് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മളത് അതിനകത്ത് കൊടുക്കുക. ഒറ്റത്തവണ എല്ലാം കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് പുറത്തു കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്തത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ എന്താന്ന് പറഞ്ഞു. ദെൻ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സും പറഞ്ഞു.